ദൈവം നിങ്ങളുടെ ഞെരുക്കത്തെ വിശാലമാക്കും. നിങ്ങളുടെ ഞെരുക്കങ്ങൾ വഴിമാറും. ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ എന്നെ എൻ്റെ സകല ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. പ്രിയപ്പെട്ടവരെ, നിത്യതയിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതാണ്. നിത്യതയിലേക്കുള്ള വഴി, ജീവങ്കലേക്കുള്ള വഴി, അത് ഇടുക്കമുള്ളതാണ്. അതിലൂടെ കടക്കുന്നവരും അത് കണ്ടെത്തുന്നവരും ചുരുക്കമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അല്പനേരത്തേക്ക് ഒന്ന് ഞെരുങ്ങി യാത്ര ചെയ്താലും നിങ്ങൾ കടക്കാൻ പോകുന്നത് ജീവനിലേക്കാണ്, നിത്യജീവനിലേക്ക്. ഈ വഴിക്കകത്ത് നിങ്ങൾ നേരിടുന്നതായ എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ മറികടക്കും. ഈ വഴിക്കകത്താണ് നമ്മുടെ കർത്താവ് തകർക്കപ്പെട്ടത്. ഗെത്സമന മുതൽ ഗൊൽഗൊഥ വരെ ഞെരുക്കമുള്ളൊരു വഴിയായിരുന്നു. നിന്ദകളും പരിഹാസങ്ങളും പഴികളും ദുഷികളും ഒക്കെ ശക്തമായി വെളിപ്പെട്ട വഴി. അതിന് നടുവിൽ നമ്മുടെ കർത്താവിന് തലകുനിച്ച് നിൽക്കേണ്ടി വന്നു, നിന്ന സഹിക്കേണ്ടി വന്നു, അപമാനമേൽക്കേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു കർത്താവ് മുൻപോട്ട് കടന്നു പോകുന്തോറും വെളിപ്പെട്ടു വന്നത് ജീവങ്കിലേക്കുള്ള വഴിയാണ്. നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറാൻ പോവുകയാണ്. ദൈവം നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. നിങ്ങളുടെ വേദനകളെ, നിങ്ങളുടെ ദുഃഖങ്ങളെ ഒക്കെ നിങ്ങൾ മറക്കുമാറാക്കും. ദൈവം മറക്കുമാറാക്കും. അതെ, നിത്യതയിൽ എല്ലാ വേദനകളും നമ്മൾ മറക്കും. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ സ്ത്രീയുടെ സകല വേദനകളും മറന്ന് ആ കുഞ്ഞിനെ കാണുമ്പോൾ സന്തോഷിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഞെരുക്കങ്ങൾ മാറാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായൊരു സന്തോഷം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതെ, നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭവനത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, ദൈവം നമ്മെ തേജസ് അണിയിപ്പിക്കുമ്പോൾ എല്ലാ വേദനകളും മാറും, എല്ലാ അസ്വസ്ഥതകളും മാറും. അത് സ്വസ്ഥതയാണ്. സ്വസ്ഥതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഞെരങ്ങിപ്പോകുന്നവരോട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ഞെരുക്കങ്ങൾ മാറാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്കൊരു വിശാലത നൽകാൻ പോവുകയാണ്. അതെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ നാം പ്രാപിക്കും. നിങ്ങൾ പഴിയും ദുഷിയും ഉപദ്രവമൊക്കെ സഹിക്കുമ്പോൾ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് നിങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങൾക്ക് പ്രതിഫലങ്ങൾ നൽകും. ദൈവം നിങ്ങൾക്ക് തേജസ് നൽകും. വാടാത്ത കിരീടം ദൈവം നൽകും. അതെ, നിങ്ങളുടെ ഞെരുക്കം വിശാലമാകാൻ പോവുകയാണ്. വിശ്വാസത്തോടെ ദൈവവചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.